മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ച് കൈസൻ PR ഏജൻസി ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പറയാനാകില്ലെന്നും കൈസൻ PR ഏജൻസി പ്രതിനിധി റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഉത്തരം PR ഏജൻസി എഴുതി നൽകിയെന്നായിരുന്നു ദ ഹിന്ദു ദിനപത്രത്തിന്റെ വിശദീകരണം. Any connection with you and the Kerala government or CM of Kerala? Yes, there is. We have the team, but I am not aware of it actually. That's why I'm giving you his number so that you can speak with him. ആദിൽ പാലോടുണ്ട് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി. ആദിൽ, അപ്പോൾ വ്യക്തമായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ഈ ബന്ധമുണ്ട് എന്നുള്ള കാര്യം തന്നെ ഏറ്റവും കൃത്യമായ ഒരു കുരുക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനായി മാറുകയാണ്. കാരണം PR ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ PR ആണ് ചെയ്യുന്നത് എന്ന കാര്യവും ഇതിനോടൊപ്പം തന്നെ വായിച്ചെടുക്കാം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശമില്ലാതെ PR ഏജൻസിക്ക് സ്വന്തം നിലയ്ക്ക് ഇതെല്ലാം ഉൾപ്പെടുത്താനാകുമോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ആദിൽ, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CMOയുമായി ബന്ധമുണ്ട്, ഗവൺമെന്റുമായി ബന്ധമുണ്ട് എന്ന് PR ഏജൻസി സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അഭിമുഖം നടത്താൻ ദ ഹിന്ദുവിനോട് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നമുക്ക് ഉറപ്പായും അംഗീകരിക്കേണ്ടിയും സമ്മതിക്കേണ്ടിയും വരും. കാരണം ഇപ്പോൾ PR ഏജൻസി പറയുന്നത്, PR ഏജൻസിയുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർ നൽകുന്ന മറുപടിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാനാകില്ല. അപ്പോഴായിരുന്നു നമ്മുടെ ചോദ്യം, PR ഏജൻസി ഈ കേസണും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടോ, കേരള ഗവൺമെന്റുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിനാണ് അതെ, നമ്മുടെ ടീം അങ്ങനെ ഒരു ബന്ധമുണ്ട്, പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന മറുപടിയാണ് കേസിന്റെ ഓഫീസിൽ നിന്ന്, ഡൽഹിയിലെ ഓഫീസിൽ നിന്ന് നൽകുന്നത്. ഏതായാലും കൂടുതൽ വിശദമായ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേസിന്റെ CEOയുമായും മറ്റ് ഡയറക്ടർമാരുമായും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരൊന്നും കൃത്യമായൊരു പ്രതികരണം, ഈ വിവാദം ഈ രൂപത്തിൽ കേരളത്തിൽ സജീവമാകുന്ന പശ്ചാത്തലത്തിൽ വലിയൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്ന അവരുടെ പ്രതികരണത്തിൽ നിന്നും. ഇതിന്റെ CEOയും ഫൗണ്ടറും പഞ്ചാബ് സ്വദേശിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു, അപ്പോഴും പ്രതികരിക്കാൻ തയ്യാറല്ല. അത് സംബന്ധിച്ചുള്ള പ്രതികരണമില്ല എന്നതാണ് പറയുന്നത്. എങ്കിലും ഇപ്പോൾ ഈ സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് എന്താകും അടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രതികരണം എന്നുള്ളതാണ് ആകാംക്ഷ. ഉറപ്പായും എന്താണ് മുഖ്യമന്ത്രിയുടെ CMOയുടെ പ്രതികരണം എന്നുള്ളതാണ്.